നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ വീണ്ടും തുറക്കാൻ സാധ്യത ഉരുത്തിരിഞ്ഞു വരികയാണ്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായ വീണ തൈക്കണ്ടിയിൽ. അങ്ങനെ മകനെതിരെ ആരോപണമുയർന്ന ഇതേ സാഹചര്യത്തിൽ മകൾക്കെതിരെയുള്ള ആരോപണവും കൂടുതൽ ബലപ്പെടുകയാണ്. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെയാണ് കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുന്നത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ അപ്പീൽ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിച്ചിരിക്കുന്നത്. അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് ഡിസംബർ 3-ാം തീയതി പരിഗണിക്കാനായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകുമായി ബന്ധപ്പെട്ട് ED സമൻസ് അയച്ചതും ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നത്. കേന്ദ്രത്തിൽ ശക്തമായൊരു ഇടപാട് മുഖ്യമന്ത്രി നടത്തിയതിൻ്റെ ഫലമാണോ ഇത്തരത്തിൽ മകനെ സംരക്ഷിക്കുന്നത്? മകനും മകളും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ആരോപണ വിധേയരായിട്ടുള്ള സംശയ നിഴലിൽ കടന്നുപോകുന്ന പ്രധാന കക്ഷികളായി മാറുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ അല്ല എങ്കിൽ മകൻ്റെയും മകളുടെയും കാര്യം പോക്കെന്ന് തന്നെയാണ് പലരും ഇതിന് പിന്നാലെ ആരോപിക്കുന്നത്. കള്ളപ്പണ വിനിമയ നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2 വർഷം മുന്നെയാണ് ED സമൻസ് കൊടുത്തതെന്നും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. നേരത്തെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസുമായിട്ടാണ് സമൻസ് കിട്ടിയെന്നായിരുന്നു മാധ്യമ വാർത്ത പുറത്തു വന്നത്. പക്ഷേ ഇതിപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് ED ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയെന്ന വിവരത്തെ തുടർന്നാണ് ED സമൻസ് കൊടുത്തത്. എന്തിന് പണം കൊടുത്തു? ആ പണത്തിലൂടെ എന്താണ് സാധിച്ചെടുത്തത്? ഇക്കാര്യങ്ങളാണ് EDക്ക് അറിയേണ്ടിയിരുന്നത്. അങ്ങനെയാണ് 2023 ഫെബ്രുവരി മാസം 14-ാം തീയതി രാവിലെ 10:30 കൊച്ചിയിലെ ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണമെന്ന നിർദ്ദേശം ED നൽകിയത്. 2020 ED രജിസ്റ്റർ ചെയ്ത ECIR അനുസരിച്ച് സാക്ഷിയായാണ് വിവേക് കിരണിന് സമൻസ് കൊടുത്തതെന്നാണ് വിവരം ലഭിക്കുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് വിവിധ വ്യക്തികളിൽ നിന്നും സ്വീകരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ED അങ്ങനെ ഒരു നടപടി അന്ന് കൈക്കൊണ്ടത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള CBIയുടെ അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പല തവണയായി പരിഗണനയ്ക്കെടുത്തു എന്നുള്ള വിഷയം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകി തൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരുന്നു ദിലീപ് രാഹുലിൻ്റെ നയമെന്ന് മൊഴിയുള്ളതായി ED തന്നെ പറയുന്നു. ആ രീതിയിൽ അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന G കാർത്തികേയന് 1995 വലിയൊരു തുക കൈക്കൂലിയായി കൊടുത്തു. അതിനുശേഷം 96 പിണറായി വിജയനും വലിയൊരു തുക നൽകി. മകൻ വിവേക് കിരണിന്റെ UK വിദ്യാഭ്യാസ ചെലവിനായി വലിയ തുക ചിലവഴിച്ചുവെന്ന മൊഴി ECIR അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ കൂടുതൽ കൃത്യത വരുത്താൻ വേണ്ടിയായിരുന്നു വിവേക് കിരണിന് സമൻസ് കൊടുത്തത്. ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാവുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആബ്സെൻ്റി ആപ്ലിക്കേഷനോ അതല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ സാധാരണഗതിയിൽ ഒരാൾ കടക്കേണ്ടതാണ്. പക്ഷേ വിവേക് കിരണിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഈ നിമിഷം വരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന വിലാസത്തിലെത്തിയ സമൻസ് വിവേക് ഇവിടെ ഇല്ല താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് മടക്കി അയക്കുകയായിരുന്നു. ഈ മൊഴിയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അത് വിലയിരുത്തി ശരിയാണോ എന്ന് മനസ്സിലാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് വിവേക് കിരണിന് ED സമൻസ് കൊടുത്തത്. പക്ഷേ ഈ സമൻസിൽ പിന്നീട് മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സമൻസ് അനുസരിച്ച് ED ഓഫീസിൽ വിവേക് കിരൺ ഹാജരായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാവുകയോ മറ്റ് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. സമൻസ് അയച്ച് ഏകദേശം 2 വർഷം പിന്നിടുമ്പോഴും ഈ കേസിൽ പിന്നീട് കാര്യമായ യാതൊരുവിധ തുടർ നടപടികളും സ്വീകരിച്ചില്ല. അതെന്തുകൊണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദില്ലി യാത്രകൾക്ക് പിന്നിൽ അത്തരത്തിൽ ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പലരും സംശയിക്കുന്നുണ്ട്. ആദ്യം അയച്ച നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല, അത് മടങ്ങി. ഒന്നിലധികം തവണ നോട്ടീസ് നൽകി പല കേസുകളും ED ഇടപെടാറുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആ ഒരൊറ്റ നോട്ടീസിൽ മാത്രം അന്വേഷണം അവസാനിപ്പിച്ചു എന്നുള്ളത് സംശയാസ്പദമാണ്. EDയും കൃത്യമായ മറുപടി ഇക്കൂട്ടത്തിൽ നൽകിയിട്ടില്ല. കേന്ദ്ര ഏജൻസി മകന് സമൻസ് അയച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഈ നിമിഷം വരെ കമാന്നൊരക്ഷരം പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ പ്രതികരിച്ച മറ്റൊരാളുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിലായിട്ടുള്ള പ്രതിയായ സ്വപ്ന സുരേഷ്.
മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് പലവിധ വിവരങ്ങൾ തുറന്നു പറയുകയാണ്. നേരത്തെയും പല വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന്റെ മകനെയും മകളെയും ഇഡി നന്നായൊന്ന് ചോദ്യം ചെയ്താൽ മണി പോലെയെല്ലാം പുറത്തു വരുമെന്നാണ് സ്വപ്ന പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സ്വപ്നയുടെ രൂക്ഷ പ്രതികരണം. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം അതിങ്ങനെയായിരുന്നു. ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇതറിയുന്നത്? ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ഇഡി നോട്ടീസ് അയച്ചിരുന്നതെങ്കിൽ അറസ്റ്റ്, ജയിൽ, കോടതി, വിചാരണ, അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ. മകനെയും മകളെയും ഇഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെയെല്ലാം പുറത്തു വരും. അത് അച്ഛന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത്. അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം. ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും എൻ്റെ പഴയ ബോസായ UAE കൗൺസിൽ ജനറലുമായിട്ട് ഒരിക്കൽ ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി. മകൻ UAEയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് UAEയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലോട് ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇഡിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് UAEയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം പറ്റുമെന്നാണ്. അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്തത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ് സ്വപ്ന സുരേഷ് ഈ കുറിപ്പിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സ്വപ്ന പറയുന്നതനുസരിച്ച് വിവേക് കിരണുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അഭ്യൂഹങ്ങൾ കനക്കുകയാണ്, കൂടുതൽ ദുരൂഹത വർദ്ധിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും സൗദിയിൽ ഒരു ഹോട്ടൽ മേടിക്കാനായുള്ള ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രകടിപ്പിച്ചു എന്നാണ് സ്വപ്ന ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയാണ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകനുണ്ടാകുന്നത് എന്നുള്ള സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം നടന്ന 2006 ക്രൈം നന്ദകുമാർ ഇഡിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തത്. വിദേശത്ത് വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ പരാതി. എന്നാൽ ആ ഘട്ടത്തിലാകട്ടെ ഇഡി ക്രൈം നന്ദകുമാറിൻ്റെ പരാതിയിലൊന്നും ഇടപെട്ടിരുന്നില്ല. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇഡി വിഷയത്തിൽ ഇടപെട്ടു. 2020 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനുശേഷം ക്രൈം നന്ദകുമാറിനെ മൊഴിയെടുത്തു. 2022 ലാവ്ലിൻ കമ്പനിയുടെ ഫിനാൻസ് അടക്കമുള്ള മേഖലകളിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇഡി നോട്ടീസും അയച്ചു. എന്നാൽ ഉദ്യോഗസ്ഥർ ഹാജരായില്ല. അതിനുശേഷം കേസിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ പിന്നീട് തൊട്ടടുത്ത വർഷം 2023 വീണ്ടും കടുപ്പിച്ചു. ലാവ്ലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യയുടെ ചുമതലയിലുണ്ടായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള ദിലീപ് രാഹുലിനെതിരെ ഇഡി അന്വേഷണം തുടങ്ങി. ഇതിനിടയിലാണ് ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ്റെ UK വിദ്യാഭ്യാസത്തിനായി പണം നൽകിയെന്ന മൊഴി ഇഡിക്ക് കൊടുത്തത്. ഇതോടെയാണ് ഇഡി വിവേകിന് സമൻസ് അയച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് ഈ സമൻസ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ മേൽവിലാസത്തിലായിരുന്നു ഇത്. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവ ഹാജരാക്കണമെന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രിയോ മകനോ തയ്യാറാകാത്തത് തന്നെയാണ് ഏവരെയും ആകുലപ്പെടുത്തുന്നത്.